ഏതായാലും ഹെലികോപ്റ്റർ യാത്ര, സ്വകാര്യ യാത്ര വിവാദം അങ്ങനെ മുഖ്യമന്ത്രിയെ വിടാതെ പിന്തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ കാര്യം. കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇന്ന് പറഞ്ഞതുമൊക്കെ ഒന്നു തന്നെയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതുതന്നെ വാസ്തവ വിരുദ്ധമാണ്. അതാരും ഉൾക്കൊള്ളാത്ത വിധം നിൽക്കുകയായിരുന്നു. അദ്ദേഹം അതിന് പറഞ്ഞ ന്യായം, അല്ലെങ്കിൽ എന്തിനാണ് ആ ഹെലികോപ്റ്റർ അങ്ങനെ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചത് എന്ന പ്രധാനപ്പെട്ട വിമർശനം നിൽക്കുമ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞത്, അതേ തുടർന്ന് ഇന്ന് പറഞ്ഞത് രണ്ടും ഒത്തുപോകുന്നതാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ഒരു തരത്തിലുള്ള മലക്കം മറിച്ചിൽ ഇന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുമായി പോയി. നിക്ഷേപകർ കാത്തു നിന്നതുകൊണ്ടാണ് ഹെലികോപ്റ്ററിൽ കൊച്ചിക്ക് പോയതെന്ന് കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് പക്ഷേ മാറ്റി പറഞ്ഞിരിക്കുന്നു. കൊച്ചിക്ക് പോയ വഴി നിക്ഷേപകരെ കാണുകയായിരുന്നു എന്നാണ് ഇന്നത്തെ വിശദീകരണം. നോക്കാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് പറഞ്ഞത് അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു നിക്ഷേപകരെ കാണാൻ, വലിയ നിക്ഷേപകരാണ്, ഗ്രൂപ്പിനെ കാണാൻ വേണ്ടി കൊച്ചിയിലേക്ക് പോകുന്നു. അത് രഹസ്യ യാത്രയാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിക്ഷേപകർക്ക് മുഖ്യമന്ത്രി ഉള്ളിടത്തുനിന്ന് കാണാൻ? അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ദിവസം. ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേണ്ട വേറെ ഒന്നും. അവിടെയാണ് മുഖ്യമന്ത്രി ഇന്ന് ഒരല്പം പെട്ടുപോയത്. ഷീജ ചേരുന്നുണ്ട്. ഷീജ, അദ്ദേഹം ഇന്ന് പറഞ്ഞത് എന്താണ്? അതൊന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്കേണ്ടതാണ്. അന്ന് എറണാകുളത്തുള്ളത് കൊണ്ടാണ് അവിടെ കണ്ടത്. കഴിഞ്ഞ ദിവസം അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം അവരവിടെ ഉണ്ട്, അതുകൊണ്ട് വന്ദേ ഭാരതിൽ ബുക്ക് ചെയ്തു, അവർക്ക് അതിനു മുമ്പ് കാണണം, അപ്പോൾ ഹെലികോപ്റ്റർ എടുത്ത് പറന്നു എന്ന് പറഞ്ഞു. ഇന്ന് പറഞ്ഞത് അന്ന് എറണാകുളത്തുണ്ടായിരുന്നത് കൊണ്ട് അവരെ കണ്ടു എന്ന മട്ടിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ പിന്നെ അന്ന് എറണാകുളത്ത് എന്തിനായിരുന്നു ഉണ്ടായിരുന്നത്? അന്ന് എറണാകുളത്തെത്തിയത് ഏതായാലും ഹെലികോപ്റ്ററിലാണ്. അപ്പോൾ പിന്നെ ഈ നിക്ഷേപകരെ കാണുക എന്ന് പറഞ്ഞതല്ല വസ്തുത. മറ്റെന്തോ കാര്യത്തിന് എറണാകുളത്ത് അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നിക്ഷേപകരെയും കണ്ടു എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. ആ രൂപത്തിലാണോ ഇന്ന് അദ്ദേഹം മാറ്റി പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായും ശരത്ത്, അതായത് കഴിഞ്ഞ തവണ പറഞ്ഞത് അപ്പാടെ മാറ്റിയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ഇത് സംബന്ധിച്ചുള്ളൊരു ചോദ്യം ഉയരുമ്പോൾ തന്നെ അദ്ദേഹം ആകെ അസ്വസ്ഥനാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുന്നത് അത്രത്തോളം അടിയന്തര പ്രാധാന്യം ആ കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടായിരുന്നു. അവർ മറ്റ് പരിപാടികൾ, അവർക്ക് മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള സമയം അത് മാറ്റിവെക്കാൻ കഴിയാത്തത് കൊണ്ടും തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ടതിനു ശേഷമാണ് ആ നിക്ഷേപകർ ഇവിടെ എത്തിയത്. അവർ വൈകുന്നേരം തന്നെ തിരിച്ചു പോകുമായിരുന്നു. അതുകൊണ്ടാണ് തനിക്ക് വന്ദേ ഭാരത് ബുക്ക് ചെയ്തത് അത് ക്യാൻസൽ ചെയ്തതിനു ശേഷം ഹെലികോപ്റ്ററിൽ പോകേണ്ടി വന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇന്നിപ്പോൾ ഈ മറുപടി പറയുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വന്നത് ഈ നിക്ഷേപകരെ സംബന്ധിച്ച് എന്തിനാണ് ഇത്രത്തോളം എന്നുള്ളതായിരുന്നു മാധ്യമപ്രവർത്തകർ പ്രധാനമായും ചോദിച്ചത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞു പോകുമ്പോൾ ഇതിങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്നത്. അത് ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ, അതായത് അവിടെ പോകുമ്പോൾ അവരവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ കൂടിക്കാഴ്ച നടക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ തവണ പറഞ്ഞത് തനിക്ക് വേണ്ടി അവർ ആ കൂടിക്കാഴ്ചയ്ക്ക് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല സ്ഥിതി. പോകുന്ന വഴിയിൽ അവരവിടെ എനിക്കിത് കണ്ടപ്പോ നമ്മുടെ ജോർജ് കുട്ടിയാണ് ഓർമ്മ വന്നത്. ദൃശ്യം സിനിമ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ നമ്മളന്ന് പള്ളിയിൽ പോയി എന്ന് തന്നെ പറഞ്ഞോണം എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിപ്പോയി. പറഞ്ഞു വന്ന കൂട്ടത്തിൽ അറിയാതെ മറ്റൊന്ന് പറഞ്ഞു, മറ്റൊരു സത്യം പറഞ്ഞു, അല്ലേ? അതെ, പോകുന്ന വഴിയിൽ നിക്ഷേപകനെ കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇവിടെ ഇനിയും ഇപ്പോൾ കഴിഞ്ഞ തവണ പറഞ്ഞത് മാറ്റിയാണ് ഇത്തവണ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നുകൂടി ഇത് ആവർത്തിച്ച് ചോദിച്ചാൽ ഈ നിക്ഷേപകൻ തന്നെ ഇല്ലാതാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ വലിയ തോതിൽ ഉയരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്. ഇത് സിനിമയല്ലല്ലോ, ഇത് ജീവിതവും ഭരണവും ഭരണനിർവഹണവും ഒക്കെ ആണല്ലോ. അതിനൊക്കെ കൃത്യമായ രേഖകളും വിവരങ്ങളും ഒക്കെ ഉള്ളതാണ്. സിനിമയിലാണെങ്കിൽ നമുക്ക് പറയാം, എങ്ങനെ ചോദിച്ചാലും തിരിച്ചും മറിച്ചും ചോദിച്ചാൽ പാറേപ്പള്ളി ധ്യാനം കൂടാൻ പോയി എന്ന് പറയാം, എന്ന് സിനിമയെ ഡയലോഗാക്കാം. പക്ഷേ ഉത്തരമില്ലാത്ത ഒരു പ്രധാന പ്രശ്നം അദ്ദേഹത്തിൻ്റെ ആ ദുരൂഹ ഹെലികോപ്റ്റർ സ്വകാര്യ യാത്ര എന്തിനു വേണ്ടിയായിരുന്നു എന്നതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടിയാണ് പോയത് എന്ന പ്രശ്നത്തെ മാറ്റി നിർത്താൻ വേണ്ടി മുഖ്യമന്ത്രി ഒരു വിശദീകരണം ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം അത് ചോദിക്കുമ്പോൾ ആദ്യം പറഞ്ഞതിൽ നിന്ന്, ഇങ്ങനെയല്ലേ ഷീജ, ആദ്യം പറഞ്ഞതിന് ഒട്ടും ചേരാത്ത വിധത്തിൽ അന്ന് ഈ നിക്ഷേപകരെ കാണാൻ വേണ്ടി
ഈ ഹെലികോപ്റ്റർ എടുത്തു പറന്നു, അതിന് കുറേ പശ്ചാത്തലവും അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വാചകത്തിനിടയിൽ, ആ വാക്യത്തിനിടയിൽ അദ്ദേഹം പോലും അറിയാതെ അത് പൊന്തി വന്നു. അതായത് എറണാകുളത്തുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ നിക്ഷേപകരെ കണ്ടു, അപ്പോൾ പിന്നെ ഈ ഹെലികോപ്റ്ററിൽ എറണാകുളത്ത് പോയത് എന്തിനായിരുന്നു എന്ന ചോദ്യം ഒന്നുകൂടെ ബലപ്പെട്ടോ? തീർച്ചയായും ആ ചോദ്യം അടക്കമുയർന്നു. പക്ഷെ അതിൽ നിന്ന് അദ്ദേഹം ഇതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് വീണ്ടും ഇനി മറ്റു ചോദ്യങ്ങളിലേക്ക് കടക്കൂ എന്ന് പറഞ്ഞ് അതിൽ നിന്നും മാറുന്നതാണ് കണ്ടത്. കാരണം അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഒരു വിഷയം പോലും അദ്ദേഹം, ഒരു വരി പോലും പറയാൻ അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നില്ല. ഈ ചോദ്യം ഉയരുമ്പോൾ തന്നെ അദ്ദേഹം വളരെ അസ്വസ്ഥനാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം മറന്നുപോയത് കൊണ്ടാകാം ഒരുപക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി ഇത്തവണ പറഞ്ഞു വന്നപ്പോൾ പോകുന്ന വഴിയിൽ നിക്ഷേപകരെ കണ്ടു എന്ന രീതിയിലേക്ക് മാറിയത്. ശരത്ത്, ശരി, ഏതായാലും മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾക്ക് ഒന്നുകൂടി കാണാം, മുമ്പ് പറഞ്ഞതും ഇന്നു പറഞ്ഞതും. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് പറഞ്ഞത് അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ, രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു നിക്ഷേപകരെ കാണാൻ, വലിയ നിക്ഷേപകരാണ്, ഗ്രൂപ്പിനെ കാണാൻ വേണ്ടി കൊച്ചിയിലേക്ക് പോകുന്നു. അത് രഹസ്യ യാത്രയാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിക്ഷേപകർക്ക് മുഖ്യമന്ത്രി ഉള്ളിടത്തുനിന്ന് കാണാൻ? അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസ്ഥ. ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേണ്ട വേറെ ഒന്നും. മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ അല്ല, കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നു, ദുരൂഹത നിൽക്കുന്നു, ശരിയായ ഉത്തരം മുഖ്യമന്ത്രിയിൽ നിന്ന് വരുന്നില്ല. ആദ്യം പറഞ്ഞതല്ല രണ്ടാമത് പറയുന്നത്. അദ്ദേഹം എറണാകുളത്തുണ്ടായിരുന്നത് കൊണ്ട് നിക്ഷേപകരെ കണ്ടു എന്ന് തന്നെയാണ് വളരെ സ്പെസിഫിക്കായി ഇന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത്, വ്യക്തമായി പറഞ്ഞു വെച്ചത്. കഴിഞ്ഞ ദിവസം അങ്ങനെയല്ല പറഞ്ഞത്. അവരെ കാണാൻ വേണ്ടി ഈ സർക്കാരിൻ്റെ ഹെലികോപ്റ്ററും എടുത്തു പറന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് എറണാകുളത്തുണ്ടായിരുന്നത് കൊണ്ട് അവരെ കണ്ടു എന്ന നിലയിലേക്ക് അതിനെ ലഘൂകരിക്കുന്നു. അപ്പോൾ പിന്നെ എറണാകുളത്ത് അന്ന് ഉണ്ടാകാൻ പാകത്തിന് അതിവേഗത്തിൽ ഹെലികോപ്റ്ററിൽ എറണാകുളത്തേക്ക് പോയത് എവിടേക്കാണ്, ആരെ കാണാനാണ് എന്ന ചോദ്യം അദ്ദേഹത്തിന് മുമ്പാകെ അദ്ദേഹത്തിലേക്ക് വരികയാണ്. അദ്ദേഹം പോലും അറിയാതെ ആദ്യം പറഞ്ഞതിന് കടകവിരുദ്ധമായി ഇന്ന് വാർത്താ സമ്മേളനത്തിന് അദ്ദേഹം പറഞ്ഞത് ആ വാചകങ്ങൾക്കിടയിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതാണിപ്പോൾ അദ്ദേഹത്തിന് നേരെ, അദ്ദേഹത്തിന് തന്നെ ബൂമറാങ്ങായി മാറും വിധത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇനിയും അതേക്കുറിച്ച് പറയേണ്ടതായി, അദ്ദേഹം പറയേണ്ടതായി, വിശദീകരിക്കേണ്ടതായി വരും എന്നുള്ളതാണ് സാഹചര്യം.